ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളുടെ പ്ലേ ടൈം ആണ് ഇത്. രണ്ടുപേരോട് ഇരുന്നിട്ട് ഭയങ്കര കളിയാണ്. തുത്തു തുത്തു ഇങ്ങോട്ട് നോക്കിയേ. തുത്തു ഒരു പാട്ട് പാടാവോ? പാടിക്കേ. ചിരിയോടെ കൊഞ്ചി കളിയാണ് വളരെ വളരെ ഉയർന്നുവാ കനവിലെ ചിറകുവാ ഉയർന്നുവാ കനവിലെ ചിറകുവാ. സൂപ്പർ. അത് ബേബി ചേച്ചി കലക്കിയല്ലേ? അത് ബേബി ചേച്ചിയുടെ സൂപ്പർ എന്ന് പറഞ്ഞേ. സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ തത്തു. അത് ബേബി അത് ബേബി അത് ബേബി അത് ബേബി അത് ഫോട്ടോ അല്ല തത്തു, വീഡിയോ ആണ്. ഇന്ന് ലഞ്ചിനാണെങ്കിൽ നല്ല മാമ്പഴ പുളിശ്ശേരി ആക്കിയിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം ആക്കി മാമ്പഴ പുളിശ്ശേരി. ഇപ്പം മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ചേച്ചിയുടെ വീട്ടിൽ നിന്നൊക്കെയായിരുന്നു കൊണ്ടുവന്നത്. നമുക്കിവിടെ മാവില്ല. അപ്പം നല്ല ടേസ്റ്റാട്ടോ ഇതിന്. കാണുമ്പോൾ തന്നെ അറിയത്തില്ല, നല്ല സൂപ്പർ കറിയാണ്. ഞാൻ തന്നെ ആക്കിയതാണ് കേട്ടോ. ഞാനാക്കുമ്പോൾ ഇങ്ങനെ കുറേ മാങ്ങ എടുക്കുവേ. കുറേ മാങ്ങ എടുത്ത് അത് മൊത്തം തീർക്കും. ഒട്ടും വേസ്റ്റ് ആക്കത്തില്ല. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമാണ്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ കുറേ പിള്ളേർ ഇങ്ങനെ പാത്രമൊക്കെ വിൽക്കാനൊക്കെ വരുവേ. അപ്പോൾ അവരോടെല്ലാവരോടും എന്തെങ്കിലുമായിട്ട് മേടിച്ചവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ ചക്ക വറുത്തായിരുന്നു. അതാണ് ഈ പാത്രത്തിലുള്ളത്. ശരിക്കും ഇത് ഫ്രൂട്ട്സ് ഇടുന്ന പാത്രമാണ്. നമ്മൾ ഇന്നലെ കുറേ ചക്കയൊക്കെ വറുത്തായിരുന്നു. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഈ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൽ ഫ്രൂട്ട്സാണ് ഇടുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വാങ്ങിയത്. തുത്തു എന്നാ നിന്നെ എങ്ങനെയുണ്ട്? ആണോ? നല്ലതാണോ? ആരാ ആക്കിയേ? ആരായിരുന്നു? അതിന് വേണോ പിന്നെ ചക്ക വറുത്ത വേണോ? ചെറിയൊരു കഷ്ണം വെച്ച് കൊടുത്തത് തുത്തു. ചെറിയ കഷ്ണമായി വെച്ച് കൊടുത്തേക്കാം. അത് ബേബിയുടെ ചക്ക വറുത്തത്. അത്യാവശ്യം ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡുകളും ബേബിക്ക് കൊടുക്കാറുണ്ട്. ഇപ്പം 1 വയസ്സാവാനായിട്ടുണ്ട്. ഇനിയിപ്പം പ്രശ്നമൊന്നുമില്ല. എന്നാൽ എരിവൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. പരമാവധി എരിവൊക്കെ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട്. മാങ്ങ എല്ലാം പഴുത്ത് വരുന്നുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഈ മാങ്ങയൊക്കെ കിട്ടിയത്. ഞാൻ പറഞ്ഞു ഇവിടെ മാവില്ല, ചേച്ചിയുടെ വീട്ടിൽ മാവൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് ഞങ്ങൾ അച്ചാറൊക്കെ ഇട്ടു. മാങ്ങയൊക്കെ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പം പച്ചമാങ്ങയുണ്ട്, പഴുത്ത മാങ്ങയുണ്ട്. അപ്പം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഫ്രൂട്ടി ആക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഫ്രൂട്ടിയൊക്കെ ആക്കി നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്, ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ടൈപ്പ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊന്ന് ഫ്രൂട്ടി ആക്കാൻ നോക്കുവാണ്. ഞാൻ പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. മാങ്ങയൊക്കെ നന്നായിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടി. അടുത്ത വീട്ടിലെ ചേച്ചി നല്ല വട്ടയപ്പം കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്.
ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിക്കാം. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എല്ലാവരും തണുപ്പിച്ച് തന്നെ കുടിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരാകുക. താങ്ക് യു.